പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഏതൊരു കരാറിൽ ഏർപ്പെട്ടാലും നമ്മളിൽ പലരും തിരക്കാറുണ്ട് സോഴ്സ് കോഡ് കൈമാറ്റം ഇതിൽ ബാധകമാണോ എന്നത്. തികച്ചും ന്യായമായ ഒരു സംശയമാണത്. കാരണം സോഴ്സ് കോഡ് എന്നത് ഒരു സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. സോഴ്സ് കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഏറ്റെടുക്കുന്ന രാജ്യത്തിന് അതിന്റെ എല്ലാ വശങ്ങളും കൃത്യമായി മനസ്സിലാക്കി ഉപയോഗിക്കാൻ കഴിയൂ. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണമുണ്ട്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. റഷ്യ ഒരിക്കലും ഇന്ത്യയെ നിരാശപ്പെടുത്തിയിട്ടില്ല. താഴ്ചയിൽ ഒപ്പം നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അതെ, ഇന്ത്യയുടെ ഉയർച്ച താഴ്ചകളിൽ ഒപ്പം നിന്നിട്ടുള്ള രാജ്യം തന്നെയാണ് റഷ്യ. വീണ്ടും ഇന്ത്യ റഷ്യ ചങ്ങാത്തം വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. എന്താണ് വാർത്തയെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു വരാം. ഇടയ്ക്ക് പുടിൻ ഇന്ത്യ സന്ദർശനം കഴിഞ്ഞു മടങ്ങിയപ്പോൾ ഇന്ത്യക്ക് റഷ്യൻ യുദ്ധവിമാനമായ Su-57 ലഭിക്കുമെന്ന വാർത്തകൾ നാം ഏവരും കേട്ടതാണ്. അതിന്റെ ഒരു ഫോളോ അപ്പ് എന്ന വണ്ണമാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതെ, Su-57 അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ ഓഫർ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ്. വെറുതെ ഒരു ഓഫർ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഴ്സ് കോഡ് അടക്കമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതുകൂടാതെ നേരിട്ടുള്ള വിൽപ്പന, അതുപോലെ തന്നെ Su-30 MKI പ്രോഗ്രാമിന് കീഴിൽ ലൈസൻസോടെയുള്ള ഉൽപാദനം അടക്കമാണ് ഇന്ത്യ മഹാരാജ്യത്തിനായി ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള സാങ്കേതിക കൈമാറ്റമാകും. ഇരു രാജ്യങ്ങളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ ഇന്ത്യക്ക് ഗുണമായി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ MiG-21 പോലെയുള്ള പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങൾക്ക് പകരമായി പുതിയ യുദ്ധവിമാനങ്ങൾ സേനയിലേക്ക് ചേർക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്ന സമയത്തായിരുന്നു റഷ്യയുടെ ഭാഗത്തു നിന്നും ഈ ഒരു ഗംഭീര ഓഫർ കടന്നു വന്നത്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് സംരംഭങ്ങളുമായി യോജിക്കുന്ന കരാറാണ് ഇതെന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. MiG-21 മുതൽ Su-30 MKI വരെയുള്ളതാണ് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ആഴം. 60 വർഷത്തിന് മുകളിലായി ഇരു രാജ്യങ്ങളും ആഴത്തിലുള്ള ദൃഢമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഇരു രാജ്യങ്ങളുടെയും ബന്ധം എത്രത്തോളമായിരുന്നു എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും ആഴത്തിലുള്ള സഹകരണത്തിന് യോഗ്യമായ ഏക പ്രത്യേക തന്ത്രപരമായ ഒരു പങ്കാളിയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമെന്ന് റഷ്യൻ വൃത്തങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമായി തന്നെ കണക്കാക്കാം. ചെലവും മറ്റ് സാങ്കേതിക വിദ്യയിലെ പരിമിതികളും കാരണം 2018 ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ FGFA പദ്ധതി. പഴയ കാലത്തുള്ള പരാതികൾ ഈ പദ്ധതി പരിഹരിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. പക്വത പ്രാപിച്ച Su-57E ഇപ്പോൾ യഥാർത്ഥ പ്രതിരോധ സാഹചര്യങ്ങളിൽ തെളിയിക്കപ്പെട്ട പ്രതിരോധ കവചം തീർക്കുമെന്നതാണ്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് 177 പോലെയുള്ള മെച്ചപ്പെടുത്തിയ എഞ്ചിനുകൾ, ഓപ്പൺ ഏവിയോണിക്സ് ആർക്കിടെക്ചർ എന്നിവ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായും ഈ ഒരു കരാറിലൂടെ കൈമാറ്റം ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഡിസൈൻ ഡോക്യുമെന്റേഷൻ, എഞ്ചിനുകൾ, റഡാർ സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ AI ഇന്റഗ്രേഷൻ, സ്റ്റെൽത്ത് ടെക്നോളജികൾ, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സോഫ്റ്റ്വെയർ സോഴ്സ് കോഡ്. പ്രധാന കൈമാറ്റങ്ങളിൽ ഉൾപ്പെടുന്നത് ഇക്കാര്യങ്ങളാണ്. ഇനി ഇത്തരം കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ നമുക്ക് എന്താണ് ഗുണം, അതും പറഞ്ഞു തരാം. മേൽപ്പറഞ്ഞ കൈമാറ്റങ്ങളിലൂടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലെ നമ്മുടെ എഞ്ചിനീയർമാർക്ക് രാജ്യത്തിനു വേണ്ട രീതിയിൽ ഇത് നൽകുന്ന രാജ്യത്തിന്റെ സഹായമില്ലാതെ തന്നെ ആയുധങ്ങൾ നവീകരിക്കാനും മറ്റു പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കാനും കഴിയുമെന്നതാണ്. ഏതായാലും ഇരു രാജ്യങ്ങളുടെയും ഈ ഒരു നീക്കത്തോടു കൂടി റഷ്യ ഇന്ത്യൻ പ്രതിരോധ ബന്ധങ്ങളിൽ കൂടുതൽ ദൃഢതയുണ്ടാകും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുവഴി ഇന്ത്യയുടെ വരാനിരിക്കുന്ന AMCA പദ്ധതിക്ക് പ്രവർത്തനപരമായ പാഠങ്ങൾ ഒരുപാട് മനസ്സിലാക്കുകയും ചെയ്യാൻ ആകും എന്നതാണ്.